ക്രിക്ടോക്സ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. IPL ഇപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ പെർഫോമൻസ് റാങ്കിങ് നോക്കുന്നുണ്ട്. അതായത് പ്ലേയേഴ്സ് കളി അവർ ഉണ്ടാക്കി ഇമ്പാക്റ്റും കളി ജയിപ്പിച്ചതിന് മികവൊക്കെ കൂടിയിട്ടാണ് ഒരു പ്ലേയേഴ്സ് പെർഫോമൻസ് റാങ്കിങ് വരുക. ഇപ്പോൾ 5ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന 2 പ്ലേയേഴ്സ് നമ്മൾ 5ാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഒന്ന് രവി ബിഷ്ണോയി, പിന്നെ ശ്രേയസ് അയ്യർ. രവി ബിഷ്ണോയി കഴിഞ്ഞ കളി വന്നിട്ട് ഇമ്പാക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് 4 വിക്കറ്റുകളാണ് GTക്കെതിരെ പിഴുതെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ഓവറിൽ വീഴുന്ന 2 വിക്കറ്റുകൾ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ രാജസ്ഥാനെ ജയിക്കാൻ അല്പം കൂടി എളുപ്പമാക്കി കൊടുത്തത്. അപ്പം അത് എടുത്തു പറയേണ്ട പ്രകടനമാണ്. അദ്ദേഹം ഇപ്പോൾ 2 കളി കളിച്ചിട്ട് 5 വിക്കറ്റ് കൂടി 11 ഏവറേജിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് രവി ബിഷ്ണോയി. അപ്പോൾ അദ്ദേഹത്തിന് പ്രകടനം എടുത്തു പറയണം. പിന്നെ മറ്റൊരു താരം ശ്രേയസ് അയ്യറാണ്. അയ്യർ കഴിഞ്ഞ കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മികച്ച പ്രകടനം, അയ്യർ ദി ഗ്രേറ്റ് 50 റൺസാണ് എടുത്തത്. അതും ആ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ വിക്കറ്റ് പോകുമ്പോൾ അയ്യർ തൻ്റെ ക്ലാസും മാസും ഒക്കെ തെളിയിച്ച് കളിച്ചു. ചെന്നൈ ബോളേഴ്സ് നിഷ്പ്രയാസം അടിച്ചങ്ങ് വരത്തി അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയും എടുത്ത് പറഞ്ഞ പഞ്ചാബ് ഇപ്പോൾ 2 കളിയും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 5ാം സ്ഥാനത്ത് അയ്യറും രവി ബിഷ്ണോയും. 4ാം സ്ഥാനത്ത് നമ്മൾ കാണുന്ന മുഹമ്മദ് ഷമിയാണ്. അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രകടനം സൺറൈസേഴ്സിൻ്റെ 4 ഓവറിൽ 9 റൺസിന് 2 വിക്കറ്റ്. പവർ പ്ലേയിൽ അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചു. സ്വിംഗ് ആൻഡ് മൂവ്മെൻറ്റ് ലഭിക്കുന്ന പിച്ചിൽ ഷമി കിടിലനാണ്. അത് ഇന്നലെ തെളിഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഷമിയെ നമ്മൾ 4ാം സ്ഥാനത്ത് കൊടുക്കുന്നു. 3ാം സ്ഥാനത്ത് നമ്മൾ കാണുന്ന ആരെ അറിയോ? നിതീഷ് കുമാർ റെഡ്ഡി. ഇപ്പോൾ SRH 3 കളി കളിച്ചത് ശരിയാണ്, പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡി ഇന്നലെയും മികച്ച പ്രകടനം, 3ാം കളിയും പ്രകടനം കാഴ്ചവെച്ചു. 2ാമത്തെ കളി കൊൽക്കത്തയിനെതിരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. അദ്ദേഹമാണ് മാൻ ഓഫ് ദ മാച്ച് അന്ന്. അദ്ദേഹം അന്ന് കൊൽക്കത്തക്കെതിരെ ക്രൂഷ്യലായിട്ട് വിക്കറ്റുകൾ എടുക്കുന്ന കണ്ടില്ലേ, പിന്നെ നല്ല റൺസും സ്കോർ ചെയ്തിട്ടില്ലേ. അതുകൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡി നമ്മൾ 3ാം സ്ഥാനത്ത് കാണുന്നു. 2ാം സ്ഥാനത്ത് നമ്മൾ കാണുന്ന പ്ലെയർ മറ്റാരുമല്ല, ടിം ഡേവിഡ്. എന്തൊരു പ്രകടനമാണ് താരം ഇന്നലെ കാഴ്ചവെച്ചത്. ചെന്നൈ ബോളേഴ്സിനെതിരെ എടുത്തിട്ടങ്ങലക്കുക. ജേമി ഓർഡറൊക്കെ കിട്ടിയ അടിയുണ്ടല്ലോ, കണ്ടം വഴി ഓടി തന്നെ പറയേണ്ടി വരും. അമ്മാതിരി കിട്ടലാണ് ഇന്നലെ ചെന്നൈ ബോളേഴ്സിന് കിട്ടിയത് ഡേവിഡിൻ്റെയും എന്ന്. അദ്ദേഹത്തിന് 2ാം സ്ഥാനം കൊടുക്കുന്നു നമ്മൾ. 1ാം സ്ഥാനത്ത് സമീർ റിസ്വിക്ക് 1ാമത്. അദ്ദേഹം ഈ IPL മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഓറഞ്ച് കപ്പ് അദ്ദേഹത്തിൻ്റെ തലയിലാണ്. മുംബൈക്കെതിരെ അദ്ദേഹം കളിച്ചൊരു കളി ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് കളി മുന്നോട്ട് പോയി ജയിപ്പിച്ചു. മില്ലർ കളിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല, നിസാങ്ക് കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും സമീർ റിസ്വിയുടെ പ്രകടനത്തിന് മുമ്പിലാണ് യഥാർത്ഥത്തിൽ മുംബൈ എന്ന് പരാജയപ്പെട്ടു പോയത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസമായ അഭിപ്രായമുണ്ട്. നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. 5ാം സ്ഥാനത്ത് രവി ബിഷ്ണോയും ശ്രേയസ് അയ്യറും. 4ാം സ്ഥാനത്ത് മുഹമ്മദ് ഷമി. 3ാമത് നിതീഷ് കുമാർ റെഡ്ഡി. 2ാമത് ടിം ഡേവിഡ്. 1ാമത് സമീർ റിസ്വി. നിങ്ങൾക്ക് വ്യത്യാസമായ അഭിപ്രായം ഉണ്ടാവും. കൂടുതൽ വീഡിയോസ് വീണ്ടും എത്തുന്നതായിരിക്കും.